ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമുക്ക് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു ട്രെൻഡ് കൂടുതലും പേര് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫേസ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിലും ഇഷ്ടമുള്ള പോലെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെൻഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഞാൻ മേളിൽ കൊടുത്തേക്കാം. അപ്പോൾ കുറേ പേർക്കും ഇത് ഫുള്ളും ട്രെൻഡായിട്ട് എല്ലാവരും ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടും കുറച്ച് പേർക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് നമ്മൾ ഗ്യാലറി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് ഇതുപോലത്തെ ഫോട്ടോസ് ആണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോംപ്റ്റുകൾ, അതായത് നമ്മൾ റീലിലൊക്കെ കാണുന്ന പ്രോംപ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്യാൻ മടിയുള്ള എന്നെപ്പോലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗപ്പെടും. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തതാണ്. ഇതുപോലുള്ളതൊക്കെ എഡിറ്റ് ചെയ്തതാണ്. അപ്പം അതിൽ ഞാൻ അവസാനം സ്ക്രീൻഷോട്ട് എടുത്തൊരു പ്രോംപ്റ്റ് ഉണ്ട്. ആദ്യം നമ്മൾ ജെമിനി എടുക്കണം. ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും ജെമിനി എടുക്കുന്നത്. ചിലർക്ക് ഗൂഗിളിൽ എടുക്കാം, പക്ഷേ എനിക്ക് ഇതുപോലെ ചെയ്താൽ ജെമിനി ഓണായിട്ട് വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അതിനകത്ത് നോക്കുമ്പോൾ ഇതുപോലെ വരും. ഞാനത് ഇൻറ്റു ചെയ്തിട്ട് ഇങ്ങനൊരു പേജ് വരും. അതിൽ നമ്മൾ ഈ കാണുന്ന പോലത്തെ ഫോട്ടോസ് നമ്മൾ എടുക്കണം. അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത പ്രോംപ്റ്റാണ് നമ്മളിനി എടുക്കുന്നത്. കാര്യം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പാടല്ലേ. പെട്ടെന്നൊക്കെ ആണെങ്കിൽ കുത്തിയിരുന്ന് കുറേ ടൈപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അതിനേക്കാളും എളുപ്പം ഇത് തന്നെയായിരിക്കും. ആ പ്രോംപ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഡൗൺലോഡായി വരുമ്പം നമ്മൾ ബനാനയിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ടൈപ്പ് ദിസ് നോട്ട് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് താഴെയായിട്ടേ ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് ജെമിനിയിലോട്ട് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. നമ്മൾ ChatGPT പോലെ കുറേ നേരമൊന്നും വെയിറ്റ് ചെയ്യണ്ട. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മോഡലും വരും. പിന്നെ ആ ടൈപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരികയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ചെയ്തേക്കുന്നത് അങ്ങ് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം ഈ മോഡലൊന്ന് കാണും. നമുക്ക് മോഡൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് അയച്ചു തരും. ഇതാണ് അതിൻ്റെ മോഡൽ, മനസ്സിലായില്ലേ? എന്നിട്ടാണ് നമ്മളത് ബാക്ക് അടിച്ചിട്ട് പുതിയൊരു പേജിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ പ്ലസ് വരുന്നതിന് മുമ്പേ നമുക്ക് ആ ബനാന ഐക്കണിൽ ഞെക്കിയിട്ട് ആ പ്ലസ് ഇല്ലേ, ആ പ്ലസിനകത്ത് ഞെക്കി നമുക്ക് ഏത് ഫോട്ടോ ആണോ നമുക്ക് ഇതിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്, അപ്പം ആ ഫോട്ടോ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. നമ്മുടെ ഗാലറിയിൽ കുറേ ഉണ്ട് ഫോട്ടോസ്. അതിൽ നമുക്ക് ഒരു ബേബിയുടെ ഫോട്ടോ വേണമല്ലോ. അപ്പം എൻ്റെ ചേച്ചിയുടെ മോളുടെ ഫോട്ടോ നമുക്കെടുക്കാം. ഒരുപാട് താഴോട്ടാണ്. എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. സെയിം അതേ കളർ ഡ്രസ്സ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അറിയാൻ പറ്റുമെന്തോ. എന്നിട്ട് നമ്മളിത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ അയച്ചു കൊടുക്കുക ഫോട്ടോയുടെ കൂടെ. ഇതാണ് ബേബിയുടെ ഫോട്ടോ. നമുക്ക് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് വരും. നമുക്ക് ലോഡായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ബേബിയുടെ ഫോട്ടോ വെച്ചിട്ട്, ഇത് ക്യാമറ നന്നാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ അറിയാവുന്നത്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ ഫോട്ടോസും നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡും ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മൾ ആവശ്യമുള്ള പ്രോംപ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഓരോ ജെമിനിയിൽ പോയി നമുക്ക് അൺലിമിറ്റഡ് ആണ്. അതായത് നമുക്ക് ChatGPT പോലെ ഇത്ര ഫോട്ടോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. അതുപോലെ എഡിറ്റ് ചെയ്ത ഒരുപാട് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ഫോണിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസും നല്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.